ഇപ്പോൾ ഈ ശബരിമലയുടെ പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നടക്കുന്നുണ്ട്. അത് കേസെടുത്തിരിക്കുകയാണ് സൈബർ പോലീസ്. അത് പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ആ പാട്ട് നീക്കാനുള്ള നിർദ്ദേശത്തിലേക്കും പോകുന്നു. ഒന്നാമത്തെ കാര്യം, ഞാൻ ആ ഫുൾ പാട്ട് കേട്ടിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ വരികൾ കൃത്യമായിട്ട് എന്താണെന്നും അതിൽ എന്തെങ്കിലും ഒബ്ജക്ഷനബിൾ ആയിട്ടുള്ള വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതുണ്ടോ എന്നും എനിക്കറിയില്ല. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് താല്പര്യമുള്ള ബന്ധമുള്ള ചില ആളുകളാണ് ഈ കേസുമായിട്ട് പോയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതിൽ വിശ്വാസത്തിൻ്റെ പ്രശ്നം വന്നിട്ടില്ലായിരുന്നു. തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞപ്പോഴാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തോന്നിയത് ഇതിൽ വിശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നവുമായിട്ടും മാർക്സിസ്റ്റ് പാർട്ടി ബന്ധപ്പെടുത്തില്ലായിരുന്നു. വിശ്വാസത്തിനെ കുറിച്ച് ഇത്രയും വലിയ താല്പര്യമുള്ള ആളുകൾ ശബരിമലയിൽ ആചാര ലംഘനത്തിന് വേണ്ടിയിട്ട് എന്തിന് നേതൃത്വം നൽകി ആ കാലത്ത്? മാത്രമല്ല, ഇപ്പോൾ വിശ്വാസികളെ ഏറ്റവും കൂടുതൽ വ്രണപ്പെടുത്തിയിട്ടുള്ള കാര്യം, ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ള കാര്യം, 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ തന്നെ അവിടെ നടത്തിയിട്ടുള്ള വലിയ കൊള്ളക്ക് നേതൃത്വം നൽകി എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവരെ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് ജനങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് തിരിയാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം അന്നത്തെ മന്ത്രിയായിരുന്ന ശ്രീമാൻ കടകംപള്ളിയും ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള വാസവനും, ഇവർക്കൊക്കെ ഇതുമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ള വ്യാഖ്യാനം ആണ് മാർക്സിസ്റ്റ് പാർട്ടിയും ഈ 2 പേരും നൽകുന്നത്. ഇതൊക്കെയാണ് കാരണം. അതല്ലാതെ ഒരു പാട്ട് കൊണ്ടല്ല ജനങ്ങൾ മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരായത് എന്ന് തെറ്റിദ്ധരിക്കുന്നതിന് പകരം ഈ 2 ആളുകൾക്കെതിരായിട്ട് എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി നടപടിയെടുക്കുന്നില്ല? ഇപ്പം തന്നെ അകത്തായിട്ടുള്ള ഇവർ 2 പേരും അകത്തായതിന് ശേഷം ഈ 2 മന്ത്രിമാർക്കെതിരായിട്ട് ഒരു നടപടി, മുൻ മന്ത്രിയും നിലവിലുള്ള മന്ത്രിയും, അവർക്കെതിരായിട്ട് ഒരു നടപടി എടുക്കുന്നില്ല. ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടി പരിശോധിക്കേണ്ടത് എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കുന്നത്. ഇതിൽ ചിലരിലെത്തി നിൽക്കുകയാണ്. ഇപ്പോൾ പത്മകുമാറിലെത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് പോകുന്നില്ല. അതിനു മുകളിൽ കഴിഞ്ഞ തവണത്തെ മന്ത്രിസഭയിലെ ദേവസ്വം മന്ത്രി ഉണ്ട് എന്നുള്ളത് ശക്തമായ ആരോപണമുണ്ട്. അക്കാര്യത്തിൽ അങ്ങേക്ക് എന്താ പറയുക? അല്ല, ഞാനത് നേരത്തെ പറഞ്ഞാണല്ലോ. കാരണം കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ എന്ന് പറഞ്ഞാൽ ദേവസ്വം മന്ത്രി അറിയാതെ ദേവസ്വം ബോർഡിൽ ഇതുപോലെയുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. കാരണം നിയമപരമായിട്ട് കേരളത്തിലെ ദേവസ്വം ആക്ടിൽ 2007 വരുത്തിയ ഭേദഗതി അനുസരിച്ച് 3 മാസത്തിലൊരിക്കൽ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ദേവസ്വം കമ്മീഷണർ വകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകണം. അപ്പോൾ ആ കാലത്ത് റിപ്പോർട്ട് ഉണ്ടാവണം. 99 പൂശിയ സ്വർണം അല്ലെങ്കിൽ സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞത് 2019 ചെമ്പുപാളിയാണ് കൊടുത്തയക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ചോദിക്കേണ്ടതായിരുന്നു, ഇത് 99 സ്വർണമായിരുന്നല്ലോ, ഇപ്പം എങ്ങനെ ചെമ്പായി? അപ്പം അതിനർത്ഥം എന്താ? കടകംപള്ളി സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം നടന്നത്. കടകംപള്ളി സുരേന്ദ്രന് എത്ര പങ്കുണ്ടായിരുന്നു, അതിൽ എത്ര ഷെയർ കിട്ടി, അതൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട വിഷയമാണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് SIT കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടതായിരുന്നു, പ്രശാന്തിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടതായിരുന്നു, വാസവനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതിൽ ഉള്ള പങ്ക്, ആ പങ്ക് എത്ര നിഷേധിച്ചാലും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇപ്പോൾ ഉള്ള സ്ഥിതിയിൽ സാധ്യമല്ല. അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇവരെ മൂന്നുപേരെയും കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് അന്വേഷണത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അറസ്റ്റ് ചെയ്യണം, ചോദ്യം ചെയ്യേണ്ടതാണെങ്കിൽ ചോദ്യം ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങൾ സ്വീകരിക്കണം. മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടി ഇവരെ ആരെയും പുറത്താക്കിയിട്ടില്ല. ഇവർ കുറ്റാരോപിതർ മാത്രമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി ഒരു സ്വതന്ത്ര സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ രാജ്യത്ത്. കാരണം എല്ലാ കേസും അവർ സ്വയം അന്വേഷിച്ച് തീരുമാനമെടുക്കുന്ന ആൾക്കാരാണ്. പോലീസ് ഒന്നും ഇല്ലാതെ അന്വേഷിച്ച് ഞങ്ങളുടെ ആൾക്കാർക്കെതിരായിട്ടുള്ള സ്ത്രീപീഡനം തൊട്ട് അഴിമതി വരെയുള്ള കൈക്കൂലി വരെയുള്ള എല്ലാ കാര്യങ്ങളിലും അന്വേഷണം നടത്തി ഞങ്ങൾക്ക് പാർട്ടിക്ക് ബോധ്യമായി, അതുകൊണ്ട് ഞങ്ങൾ ഈ നടപടി എടുത്തു എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇക്കാര്യത്തിൽ എന്താ അന്വേഷിക്കാത്തത്? അതുതന്നെ അവർക്ക് എന്തൊക്കെയോ ഒളിച്ചു വെക്കാനുണ്ട് എന്നുള്ളതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസത്തിൽ ഇത്ര താല്പര്യമുള്ള ആൾക്കാർ ചെയ്യേണ്ടിയിരുന്നത് ഒരു പാട്ടിൻ്റെ പേരിൽ ഇഷ്യൂ ഉണ്ടാക്കുന്നതിന് പകരം ഇതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ പറയുന്നത്. ഞാനതല്ലേ പറഞ്ഞത്. ഇത് ആദ്യമായിട്ട് പറയല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. ഞാനിത് ആദ്യം പറയല്ല, ഞാനിത് കഴിഞ്ഞ 1 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏത് കേസ്? പാരഡിയുടെ കാര്യമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഈ വിശ്വാസം തകർക്കാൻ വേണ്ടി CPM-ൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ മന്ത്രിമാരും
ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പാരഡിയുടെ ഡീറ്റെയിൽസ് ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ എനിക്കറിയില്ല അതിൻ്റെ മുഴുവൻ വരികൾ ഞാൻ കേട്ടു നോക്കിയിട്ടില്ല. അല്ല, ബി ജെ പിക്ക് പ്രത്യേകിച്ച് മതവികാരം ഇല്ലല്ലോ. ബി ജെ പി എല്ലാ വിശ്വാസികളുടെയും പാർട്ടിയാണ്, നിരീശ്വരവാദികളുടെയും പാർട്ടിയാണ്. ബി ജെ പിയിൽ പറഞ്ഞിട്ടില്ലല്ലോ, ബി ജെ പിയുടെ ഭരണഘടനയിൽ വിശ്വാസിയായിരിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല.